ഞാനിവിടെ ഇട്ടിരിക്കുന്ന ഏതാനും ചില വാക്കുകൾ ഇതിലൂടെ ഒന്ന് കടന്നു പോകുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിൽ കിട്ടുന്ന ചിന്തകൾ എന്തെന്ന് ഒന്ന് സ്വയം നിങ്ങളുടെ സ്വന്തം മനസ്സിനോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. മക്കളെ എങ്ങനെ വളർത്തണം? ചോദിക്കുന്നതെല്ലാം വാരിക്കോരി കൊടുത്തുകൊണ്ടല്ല മക്കളെ വളർത്തേണ്ടത്, മറിച്ച് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും അവരെ അറിയിച്ചുകൊണ്ടാവണം. കാരണം നമ്മൾ വെയിലും തണലും മഴയും വിയർപ്പും എല്ലാം അറിഞ്ഞുകൊണ്ട്, അപ്പോൾ അതിലൂടെ നമ്മുടെ മക്കളും നമ്മളുടെ കഷ്ടപ്പാടും വിയർപ്പിൻ്റെ വിലയും എല്ലാം അറിയിച്ചുകൊണ്ട് വേണം അവരെ നമ്മൾ വളർത്തേണ്ടത്. നാളെ നമ്മൾ തളരുമ്പോൾ അവർക്കൊരു തണലാകാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഇന്ന് നാം കഷ്ടപ്പെടുന്ന സമയത്ത് കഷ്ടപ്പാടിൻ്റെ വില മക്കളെ മറച്ചു വെച്ചുകൊണ്ട് നാം ഒന്നും ചെയ്യരുത്. പട്ടിണിയും പ്രയാസവും കണ്ടു വളരുന്ന മക്കളായിരിക്കണം. എന്നാൽ മാത്രമേ ആ ഒരു കുട്ടിക്ക് മാത്രമേ നാളെ മാതാപിതാക്കളുടെ വില മനസ്സിലാക്കാനും കഴിയൂ എന്നത്. ഏത് പ്രതിസന്ധി ഘട്ടം നമ്മുടെ മുന്നിൽ വന്നാലും അവരെ നാം ചേർത്ത് പിടിക്കാനായിട്ട് കാണിക്കുന്ന ആ ഒരു മനസ്സുണ്ടല്ലോ, നാളെ അവർക്കും കഴിയണം നമ്മളെ അവർക്ക് ചേർത്ത് പിടിക്കാൻ. ആ ഒരു ആർജവം മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയല്ലേ വേണ്ടത്. പിന്നെ മാതാപിതാക്കളെപ്പറ്റി പറഞ്ഞാൽ അവർ മാത്രമാണ് ജീവിതത്തിലെ സ്ഥിരമായ ആളുകൾ എന്ന തിരിച്ചറിവ് മക്കൾക്കുണ്ടാവണം. അതാണ് പക്വത. ഒരു പിതാവിനെ പോലെ നിങ്ങളെ സംരക്ഷിക്കാൻ ഒരു പുരുഷനും കഴിയില്ല. ഒരു മാതാവിനെ പോലെ നിങ്ങളെ സ്നേഹിക്കാൻ ഒരു സ്ത്രീക്കും കഴിയില്ല എന്ന തത്വം നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇനി അച്ഛനെ പറ്റി ഒന്ന് നോക്കിയാലോ. അച്ഛൻ്റെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുവാൻ അങ്ങനെ കണ്ടുപിടിക്കുന്നവർ ഓർക്കുക, അച്ഛൻ എങ്ങനെയുള്ള ആളല്ല, അധ്വാനിക്കാഞ്ഞിട്ടല്ല ഏതൊരു പിതാവും കടക്കാരനാവുന്നത്. അതുപോലെ തന്നെ അറിയേണ്ട മറ്റൊരു കാര്യം, ശ്രമിക്കാഞ്ഞിട്ടല്ല അച്ഛൻ വാക്കുകൾ പാലിക്കാത്തത്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല അച്ഛൻ മിച്ചം പിടിക്കാത്തത്. ഓർമ്മിക്കാഞ്ഞിട്ടല്ല പലതും പിന്നേക്ക് വെച്ചത്. ഇഷ്ടമുണ്ടായിട്ടും അല്ല വേണ്ടെന്ന് വെച്ചത്. എന്താ കാരണം? അച്ഛനെ പറ്റി അച്ഛന് മാത്രമേ അറിയൂ എന്നതല്ലേ സത്യം. അച്ഛൻ്റെ ആ ഒരു നിസ്സഹായാവസ്ഥ പല വഴിയിലുണ്ടാകും. അത് അച്ഛന് മാത്രമേ മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുപോലെ ഏതൊരു സാഹചര്യത്തിലും ഏതൊരു പ്രതിസന്ധി ഘട്ടം വന്നാലും ഒരു പെൺകുട്ടിക്കൊപ്പം എന്നും ചേർന്ന് നിർത്താൻ പറ്റുന്ന ഒരാൾ അവളുടെ അമ്മ തന്നെയായിരിക്കും. ശരിയല്ലേ? അമ്മ, ഒരു സ്ത്രീ അമ്മയായി കഴിഞ്ഞാൽ പിന്നെ അവളുടെ ലോകം അവളുടെ മക്കളാണ്. മക്കളെ ഓർത്ത് വേവലാതി കൊള്ളാത്ത ഏതമ്മമാരാണ് ഉണ്ടാവുക? പക്ഷേ മക്കൾക്കതൊന്നും തിരിച്ചറിയാൻ കഴിയില്ല എന്നതല്ലേ സത്യം. അവർ തിരിച്ചറിയുമ്പോഴേക്കുമോ ഏറെ വൈകിയിരിക്കും. ആ സമയത്ത് അമ്മയുടെ ജീവിച്ചിരിപ്പുണ്ടാകണം എന്നും നിർബന്ധമില്ല. അതേപോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും പ്രയാസങ്ങളും മക്കൾക്കിടയിൽ മൂടി വെച്ച് മാതാപിതാക്കളോട് പറയാൻ അവസാനം മക്കൾക്കൊരു ചോദ്യമുണ്ട്, നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി എന്താണ് ഇത്ര ചെയ്തത്? അവിടെ നിന്നാണ് യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിൻ്റെ ആദ്യ രോഗം പിടിപെടുന്നതും എന്ന് മനസ്സിലാക്കുക. അച്ഛനും അമ്മയും ജീവിതം മുഴുവൻ മക്കൾക്കായി നൽകി. പക്ഷേ ഇന്ന് മക്കൾ അവരുടെ വാക്കുകൾ കേൾക്കാൻ പോലും മടിക്കുന്നൊരു കാലഘട്ടം. കാര്യമെന്താ? അച്ഛനും അമ്മയും പകർന്നു കൊടുത്തത് അവരുടെ യൗവനയുക്തമായ സമയവും പണവും അവരുടേതായ ജീവിതവും മൊത്തമാണ്. എന്നാൽ ഇപ്പോൾ അവരെവിടെ എത്തി നിൽക്കുകയാ? ആ യൗവനത്തിൻ്റെ പടിവാതിലെല്ലാം കഴിഞ്ഞു അവർ വാർദ്ധക്യത്തിലേക്ക് കടക്കുമ്പോൾ മക്കൾക്ക് അവരുടെ വാക്കുകൾ കേൾക്കാൻ പോലും മടിയാണ്. അപ്പോൾ നിങ്ങൾ മറക്കാതിരിക്കേണ്ട ഒരു കാര്യം, അവരുടെ ഉപദേശം നമ്മുടെ ഭാവിക്ക് എപ്പോഴും ഗുണകരമായ കാര്യങ്ങൾ നേടിത്തരാൻ വേണ്ടിയുള്ളതാണ് എന്ന സത്യവും മറക്കാതിരിക്കുക. അപ്പോൾ വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു ആൾ.